പ്രിയരെ, വിനോദ് പി നായരുടെ ഒരു ഫേസ്ബുക്ക് വീഡിയോ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും. ഇന്ന് ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് യൂട്യൂബർമാർ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് താൻ കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് വലിയ മോഡി വിരോധിയായിരുന്നു, സംഘി വിരോധിയായിരുന്നു. അങ്ങനെ വീഡിയോകളൊക്കെ ഇട്ടതുകൊണ്ട് രാജ്യദ്രോഹികൾ അത് മുതലെടുക്കുന്നു, അത് മനസ്സിലാക്കിക്കൊണ്ട് താൻ ഇപ്പോൾ മോഡി ഭക്തനായി, സംഘി ഭക്തനായി. അതിനുശേഷം തൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കുറയുന്നുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് സംഘികൾ അഥവാ സംഘരാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളുകളൊക്കെ തൻ്റെ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, വെറുതെ വന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ ഈ ചാഞ്ചാട്ടത്തിൻ്റെ ഒക്കെയും ഒരു രൂപരേഖ നമുക്ക് കിട്ടുന്നതാണ്. കാരണം നേരത്തെ അദ്ദേഹത്തിന് ഏകദേശം 1,20,80,000 പരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് മറ്റു ചില യൂട്യൂബർമാരുടെയൊക്കെ ഇന്നത്തെ റിയാക്ഷൻ വീഡിയോയിൽ നിന്ന് എനിക്ക് വ്യക്തമാകുന്നത്. അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാനും കാണാറുണ്ടായിരുന്നു. കാരണം പ്രശ്നങ്ങളൊക്കെ വിശദമായി അവലോകനം ചെയ്യാനും അവതരിപ്പിക്കുവാനും കഴിയുന്ന ആളാണ് അദ്ദേഹം. വിവരമുണ്ട്, അത് ഉറപ്പിച്ച് പറയാം. കാരണം മറ്റു ചില യൂട്യൂബർമാരെ പോലെയല്ല, വ്യക്തമായി വായിക്കുന്ന, വായനാശീലമുള്ള, ലോകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് അറിയാവുന്ന ആളാണ് അദ്ദേഹം. കാര്യകാരണങ്ങൾ സഹിതം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അറിവിനെയോ അതിൻ്റെ ആഴത്തെയോ ഒന്നും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കർമ്മപദം, അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ്യം അതിലൊക്കെയും നമുക്ക് സംശയമുണ്ടാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും അദ്ദേഹം നേരത്തെ 1,28,000 പരം സബ്സ്ക്രൈബുള്ള ഒരു യൂട്യൂബർ ആയിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ സബ്സ്ക്രൈബേഴ്സൊക്കെ അദ്ദേഹം എങ്ങനെ നേടി എന്നതും ചോദ്യമാണ്. ഇന്ന് വിൻസി എന്ന് പറയുന്ന മറ്റൊരു യൂട്യൂബർ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹവും തമ്മിൽ പേഴ്സണലായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ വീഡിയോകളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വിൻസി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിനോദ് നായർക്ക് കുറച്ചധികം സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ട്. സ്വാഭാവികമാണ് അങ്ങനെ. കാരണം ഈ ഒരേ ആദർശം വെച്ച് പുലർത്തുന്ന യൂട്യൂബർമാരൊക്കെ അതേ ആദർശം വെച്ച് പുലർത്തുന്ന യൂട്യൂബർമാരൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് റിയാക്ഷൻ വീഡിയോകൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് ഒക്കെ മറ്റു യൂട്യൂബർക്കും സബ്സ്ക്രൈബേഴ്സായി പോകാറുണ്ട്. അങ്ങനെ ഒരു പരസ്പരം അന്തർധാരയൊക്കെ ഉണ്ട് യൂട്യൂബിൻ്റെ രംഗത്തും. പരസ്പരം വിശ്വസിച്ചും സഹകരിച്ചുമൊക്കെ ബിസിനസ് ചെയ്യുന്നത് പോലെയാണ് യൂട്യൂബിൻ്റെ രംഗവും എന്ന് സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ഞാൻ പറയുകയാണ്. അപ്പോൾ അങ്ങനെ കുറേ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ വിനോദ് നായർക്ക് കിട്ടിയിട്ടുണ്ട്. വിനോദ് നായർക്ക് ഇപ്പോൾ ഈ മുസ്ലിം സമുദായത്തിനകത്തുള്ള ഭയവും ഈ വിഹ്വലതയും ഒക്കെ മുൻനിർത്തി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു സംഘി ഭയം മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. കാരണം കുറച്ച് നാളുകളായി ഇന്ത്യ ഭരിക്കുന്ന BJP സർക്കാരിൻ്റെ ചില നയങ്ങൾ അത് തങ്ങളെ വേട്ടയാടുമോ എന്ന രീതിയിൽ ചെറിയ ഭയമുണ്ട്. അത് വളരെ കണ്ണിങ് ആയിട്ട് യൂസ് ചെയ്യാൻ വിനോദ് നായർ കഴിഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് കുറച്ച് സാധാരണക്കാരായ മുസ്ലിം സബ്സ്ക്രൈബേഴ്സിനെ തൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് 1,28,000 പരം അദ്ദേഹത്തിനുണ്ടായിരുന്ന യൂട്യൂബേഴ്സ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റത്തെ തുടർന്ന് അദ്ദേഹം പെട്ടെന്ന് തന്നെ ഒരു നിമിഷം സംഘിവാളയത്തിൽ ഒരു സുപ്രഭാതത്തിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ യൂട്യൂബേഴ്സ് സബ്സ്ക്രൈബേഴ്സൊക്കെയും പോയി, വ്യൂസ് പോയി. ഇപ്പോൾ അദ്ദേഹം വീഡിയോ ഇടുമ്പോൾ 2,000-3,000 വ്യൂസൊക്കെയാണ് കിട്ടുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഈ ഫിനോയിൽ രമേശൻ എന്ന് പറയുന്ന ഈ ബ്രഹ്മയും ഇദ്ദേഹവും ഒക്കെ ഏകദേശം ഒരൊറ്റ ദിവസത്തിലാണ് കളം മാറി ചവിട്ടിയതെന്നാണ്. അന്നുവരെ ഒരു ന്യൂനപക്ഷ അനുകൂല സംഘപരിവാര വിരോധ വീഡിയോകൾ ചെയ്തിരുന്ന ആളുകൾ പെട്ടെന്ന് ഒരു നിമിഷം ഒരു സുപ്രഭാതത്തിൽ മറുകണ്ഠം ചാടി വിരുദ്ധ വീഡിയോകൾ ചെയ്യുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹത്തിൻ്റെ ഈ 2 യൂട്യൂബർമാരെയും ഫോളോവേഴ്സിനൊക്കെ വലിയ അത്ഭുതമുണ്ടാകുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. എൻ്റെ ഒരു വിശകലനത്തിൽ ഞാൻ പറയട്ടെ, ഈ 2 പേരും അവരെ സംഘപരിവാരം ഏതെങ്കിലും രീതിയിൽ സ്വാധീനിച്ചതായി എനിക്ക് തോന്നുന്നില്ല. കാരണം സംഘപരിവാരത്തിന് ആ രാജ്യം 15 വർഷത്തോളമായി ഭരിക്കുന്ന പ്രസ്ഥാനമാണ്. സംസ്ഥാനത്തിനകത്തും വേരുകളുണ്ട്, വലിയ സാമ്പത്തിക സ്രോതസ്സുകളുള്ള ആളുകളാണ്. അവർക്കൊന്നും ഇത്തരം യൂട്യൂബേഴ്സിനെ സ്വാധീനിക്കേണ്ടതുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ഒരുപക്ഷെ സ്വാധീനിച്ചിട്ടുണ്ടേക്കാം. പക്ഷേ അതിനേക്കാൾ അപ്പുറം ഈ 2 യൂട്യൂബേഴ്സും അവരുടെ വയറ്റിപ്പിഴപ്പ് മുൻനിർത്തിയാണ് കളം മാറ്റിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ 2 പേരും ഈ സംഘപരിവാര ഭയമൊക്കെ വിതറി മുസ്ലിങ്ങളെ അവരുടെ യൂട്യൂബ് ചാനലിലേക്ക് കൊണ്ടുവന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അവർ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി കുറച്ച് ജിഹാദി പ്രയോഗമൊക്കെ നടത്തി കുറച്ച് സംഘപരിവാര പ്രവർത്തകരെ കൂടി തങ്ങളുടെ യൂട്യൂബിലേക്ക് കൊണ്ടുവന്നാൽ അങ്ങനെയും കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. 1,00,000 പരം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. അങ്ങനെ തങ്ങളുടെ യൂട്യൂബ് ചാനൽ അങ്ങ് പരിപോഷപ്പെടുമെന്ന് അവർ വ്യാമോഹിച്ചു. പക്ഷേ തിരിച്ചടിയാണുണ്ടായത്. 2 പേരുടെയും ചാനൽ ഏകദേശം പൊളിഞ്ഞ രീതിയിലാണ്
രണ്ടുപേരുടെയും ഏകദേശം 30,000-ൽ പരം ഫോളോവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ പോയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷേ സംഘപ്രവർത്തകർക്ക് അവർക്കൊരുപക്ഷെ യാഥാർത്ഥ്യം മനസ്സിലായതായിരിക്കാം. ഇവർ പറ്റിക്കാനും ഊമ്പിക്കാനും വന്ന ആളുകൾ ആണ് എന്ന രീതിയിൽ മനസ്സിലായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത്. അതുകൊണ്ടാണ് ബിനോജ് നായർ തൻ്റെ ചാനൽ കൂടി, തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കൂടി വന്ന് പറയുന്നത്, ഞാൻ സംഘപരിവാര അനുകൂല വീഡിയോകൾ ഇട്ടു തുടങ്ങി, ജിഹാദികൾ എൻ്റെ ചാനൽ പൂട്ടിക്കാൻ വരുന്നു, അതുകൊണ്ട് നിങ്ങൾ ദയവായി വന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക എന്നൊക്കെ പറയുന്നത്. നേരത്തെ ഈ സംഘികളുടെ സഹായം കൊണ്ട് സിനിമയൊക്കെ എടുത്ത് സാമ്പത്തിക നില മെച്ചപ്പെടുത്തിയ നമ്മുടെ രാമസിംഹം അബൂബക്കറെ പോലെയുള്ള ആളുകളുടെയൊക്കെയും ഒരു പുരോഗതി കണ്ടിട്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എടുത്തു ചാടിയത്. രാമസിംഹനെ പോലെ സംഘികൾ വന്ന് സിനിമ എടുക്കാനൊക്കെ സഹായിക്കുമെന്നതുപോലെ യൂട്യൂബിൽ ഒരുപക്ഷെ പൈസ വന്ന് കുമിയും എന്ന രീതിയിലൊക്കെ ആയിരിക്കാം അദ്ദേഹം ഈ സ്റ്റെപ്പുകൾ വെച്ചിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റെപ്പുകൾ അത് വ്യർത്ഥമായിരുന്നു. ചാനൽ പൊളിയുന്ന ഒരവസ്ഥയിലാണുള്ളത്. ഞാൻ പറഞ്ഞു വെക്കട്ടെ, ഈ പർപ്പസ്ഫുള്ളി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്ന ഇതിനു വേണ്ടി ഈ വർഗീയവാദം പറയുന്ന ആളുകളെക്കാൾ ഭയാനകമാണ് ഈ യൂട്യൂബ് പ്രൊമോഷനൊക്കെ വേണ്ടി, യൂട്യൂബ് രക്ഷപ്പെടുവാനൊക്കെ വേണ്ടി അപ്പുറവും ഇപ്പുറവും നിന്ന് ഭയവും വിഹ്വലതയും ഒക്കെ പടർത്തി ഈ ചാനലുകൾ റീച്ചാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ നമ്മുടെ ജസ്ന സലീമോ, ഈ ഗുരുവായൂരിലൊക്കെ കറങ്ങി നടക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, കൃഷ്ണൻ്റെ ചിത്രം വരയ്ക്കുന്ന ആ പെൺകുട്ടിയും ഒക്കെ ചെയ്യുന്നത് ഇതുപോലെയാണ്. അവർ ഒരു സമുദായത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു സമുദായത്തിൻ്റെ സ്ഥലങ്ങളിൽ, പവിത്രമായി കരുതുന്ന സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുന്നു, സമുദായങ്ങൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്നു. ഇതൊക്കെ പർപ്പസ്ഫുള്ളി അവർ റീച്ചിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് പരസ്പരം സ്നേഹത്തിലും സഹകരണത്തിലും ജീവിക്കുന്ന സമുദായങ്ങളെ തമ്മിൽ അകറ്റുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അത് ഭയവും വിഹ്വലതയും വെച്ചു പുലർത്തേണ്ട ആളുകളല്ല കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾ. പ്രത്യേകിച്ചും നമ്മൾ പരസ്പരം പതിറ്റാണ്ടുകളായി സഹകരിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ആ ആളുകളുടെ ഇടയിലേക്ക് അവിശ്വാസത്തിൻ്റെ, പരസ്പരം ഭയത്തോടു കൂടി നോക്കുന്ന ഒരു രീതിയിലേക്ക് തള്ളിവിടുന്നതിൽ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും വലിയ പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നേരത്തെയൊക്കെ നമ്മൾ ഇരു സമുദായത്തിലും പെട്ട ചില സംഘടനകൾ, തീവ്രമായി ചിന്തിക്കുന്ന ചില സംഘടനകളൊക്കെ മറ്റുള്ള സമുദായത്തിലെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ നമ്മൾ ഇടപഴകുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, അവൻ മറ്റേ ആളാണ്, വീട്ടിൽ കയറ്റാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ രണ്ട് സമുദായത്തിലെ തീവ്രവാദി സംഘടനകളും ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കാറുണ്ട് മറ്റുള്ള ഈ പരസ്പരം സഹകരിച്ച് ജീവിക്കുന്ന ആളുകളെയൊക്കെ. അത് നമ്മുടെ സമൂഹത്തിന് എത്രത്തോളം ഉചിതമാണ് എന്ന് ഒരു സെക്കുലർ സമൂഹം ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. മതവിശ്വാസങ്ങളൊക്കെയും നിലനിൽക്കാനുള്ളതാണ്. മതം നമ്മളെ എല്ലാ തെറ്റുകളിൽ നിന്നും സമ്പുഷ്ടീകരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. മതങ്ങളൊക്കെയും ഇവിടെ നിലനിൽക്കുന്നതോടൊപ്പം തന്നെ മതങ്ങൾ തമ്മിലുള്ള പരസ്പര സഹകരണവും ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ മതവിശ്വാസം പുലർത്തുന്നതോടൊപ്പം തന്നെ അന്യമത സ്നേഹം നമ്മളിൽ ഉണ്ടാകണം. അന്യമതക്കാരെ വിദ്വേഷത്തോടു കൂടി നോക്കുന്ന ഒരു സമ്പ്രദായവും ഇല്ലാതാകണം. അതുപോലെ യൂട്യൂബ്, അതുപോലെ ഈ സോഷ്യൽ മീഡിയ രംഗങ്ങളിൽ വിദ്വേഷം വളർത്തി റീച്ച് ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിയുകയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തൽക്കാലം ഈ വീഡിയോ വിടവാങ്ങുകയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.